ഹായ് ആരവ് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്റ്റാർ റോസ് ചെയ്യുന്നത് കാണാം. ഇതൊരു റിബൺ എംബ്രോയ്ഡറിയാണ്. 1/2 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബൺ വെച്ചിട്ടുണ്ട് ചെയ്യുന്നത്. അപ്പോൾ 1/4 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബൺ വെച്ച് ചെയ്യണ വീഡിയോസ് ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം റിബൺ ആവശ്യമുണ്ട് അതനുസരിച്ച് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം അടിഭാഗത്ത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ ഭാഗം സൂചി ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 1/4 ഇഞ്ചിൻ്റെ റിബൺ വെച്ച് ചെയ്യുമ്പോൾ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കണം. ഇതിനകത്ത് ഉറപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് ഊരിയൊന്നും പോവാണ്ട് കറക്റ്റായിട്ട് സൂചിയിൽ ഫിറ്റായിട്ട് ഇരുന്നോളും. അതിനുശേഷം നമ്മളൊന്ന് ഉരുക്കി കൊടുക്കണ്ട കേട്ടോ, അല്ലെങ്കിൽ നൂല് വലിഞ്ഞ് പോരും. ഇനി നമുക്ക് സ്റ്റിച്ച് ബോർഡിനകത്ത് ലൈനൊക്കെ വരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സൂചി അടിയിൽ നിന്ന് മുകളിലേക്ക് പൊന്തിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പാടായിരിക്കും റിബൺ പൊന്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് തിരിച്ച് കൊടുത്തിട്ട് പൊന്തിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം ഒരു 2 ഇഞ്ച് വിട്ടതിന് ശേഷം അവിടെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ 2 ഇഞ്ച് തുടങ്ങി അറ്റം വരെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയാണോ കുത്തിയെടുത്തത് അതിനോട് ചേർന്ന് തന്നെ കുത്തി ഇറക്കി കൊടുക്കുക. ഒരുപാട് നീങ്ങി പോവാണ്ട് കറക്റ്റ് അതിനോട് ചേർന്ന് തന്നെ കുത്തി കൊടുക്കാൻ നിൽക്കുക. അതേ പോയിന്റിലേക്കല്ല കുത്തി ഇറക്കണത്, കുറച്ച് നീക്കിയിട്ടാണ് കുത്തി ഇറക്കി കൊടുക്കണേ കേട്ടോ. എന്നിട്ട് നമുക്ക് പതുക്കെ അടിയിലേക്ക് വലിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ പൂവിൻ്റെ മോഡൽ തന്നെ വരുള്ളൂ. ഇനി പൂവിൻ്റെ മോഡൽ വന്നില്ലെങ്കിൽ അതൊന്ന് തിരിച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതൊരു സ്റ്റാർ റോസ് പോലെ ഇരിക്കും. നമുക്ക് രണ്ടാമത്തെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെയും ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് പാടായിരിക്കും സൂചി ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് റിബണിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടോ. അപ്പോൾ റിബണിൽ ചെയ്യണത് വ്യത്യാസം ഉണ്ടാവില്ല, നമ്മൾ നൂല് ചെയ്യണ പോലെ ആയിരിക്കില്ല. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു മോട്ടീഫിനകത്ത് ഡിസൈനൊക്കെ വരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ബാഗിൻ്റെ മോഡലാണ് വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റിബൺ കുത്തിയതിന് ശേഷം ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് റണ്ണിങ് സ്റ്റിച്ച് പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിനോട് ചേർത്തി കുത്തി ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. കറക്റ്റായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് തിരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ വള്ളിയുടെ ഭാഗമായിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഒരു ബാഗിൻ്റെ മോഡലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മജന്ത കളർ സാറ്റിൻ റിബൺ വെച്ചിട്ട് ഇതുപോലെ വള്ളി ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ യെല്ലോ കളർ വെച്ചിട്ടുണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇടയിൽ കുറച്ച് മജന്ത കളർ കൊടുത്തിട്ടുണ്ട്. ഒരു ബോ പോലെയും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.